നമ്മളൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ കാണാതായ 15-കാരി ശ്രീനന്ദയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. കുട്ടിയെ കാണാതായ മാണിക്യധാര വെള്ളച്ചാട്ടത്തോട് ചേർന്നുള്ള ചെങ്കുത്തായ മേഖലകളിൽ ഇറങ്ങിയുള്ള പരിശോധനയാണ് ഇന്ന് നടത്തുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവാം എന്ന ഗുരുതര ആരോപണങ്ങൾ മാതാപിതാക്കൾ ഉന്നയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ആ ദിശയിലും അന്വേഷണമുണ്ടാകും. ശ്രീനന്ദയെ കാണാതായിട്ട് 60 മണിക്കൂറിലേറെ പിന്നിട്ട് കഴിഞ്ഞു. കുട്ടിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ ചിക്കമംഗളൂരിൽ തന്നെ തുടരുകയാണ് മാതാപിതാക്കൾ. അന്വേഷണം നേരായ ദിശയിൽ അല്ലെന്ന സംശയമാണ് കുടുംബം ഉന്നയിക്കുന്നത്. കുട്ടിയെ കാണാതായ പ്രദേശത്തെ ആളുകളെ ചോദ്യം ചെയ്യണം. CCTVയിൽ ദൃശ്യങ്ങൾ കാണാത്തതിനാൽ തട്ടിക്കൊണ്ടുപോയതാകാമെന്ന സംശയവും അവർ ഉന്നയിക്കുന്നുണ്ട്. ശ്രീനന്ദയുടെ ബന്ധു അജിത്തിന്റെ വാക്കുകൾ നമ്മുടെ അന്നത്തെ കടകൾ ഉണ്ടായിരുന്നില്ല, അന്ന് ഡോഗ് പൊക്കി പോയിരുന്നു ബാക്കില്. അവിടുത്തെ ലോക്കൽസിനെയും കടകളൊക്കെ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവരാരും ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടപ്പോ അല്ലാതെ വേറെ ഇപ്പൊ ഇത്രയായിട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് അതായിട്ട് ഇപ്പോഴും CCTVയിൽ എവിടെയും കിട്ടിയിട്ടില്ല. അപ്പൊ താഴേക്ക് പോയിട്ടില്ലല്ലോ. പിന്നെ നമ്മളിപ്പോ താഴെ വീണ് പോകാനാണെങ്കിൽ അതും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത്രയും സെർച്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവിടെ തന്നെ സ്പോട്ടിലുണ്ട്. ഞാൻ ഇപ്പൊ രാവിലെ ഇപ്പൊ അവിടെ പോയി ചിക്കമംഗളൂർ സ്റ്റേഷനിൽ പോയിട്ട് അപ്പൊ അവിടെ പറഞ്ഞു അജിനെ അല്ല ഇവിടെ DSPനെ കണ്ടിട്ടില്ല. ചിലപ്പോ കടയുടെ ബാക്കിലല്ലേ ഇപ്പൊ ഡോഗ് പോയിട്ട് നിന്നത്. അപ്പൊ ചിലപ്പോ ആണെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഇന്നലെ വരെ ചെയ്തില്ല പറഞ്ഞപ്പോ ഇന്ന് എന്തെങ്കിലും ആയിക്കൂടാന്നില്ലല്ലോ. ചിലപ്പോ ഇതിലൊന്നല്ല. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും പിടിച്ച് പതുക്കെ ഉള്ളിലിട്ട് പിന്നെ അവിടുന്ന് മാറ്റാന്നുള്ളതിൽ ചിലപ്പോ ഉള്ളിൽ വെച്ചിട്ട് ഉണ്ടാവും. പിന്നെ ചിലപ്പോ ഈ ആൾക്കാരുടെ ചിലപ്പോ നമ്മുടെ അടുത്ത് വന്നിട്ട് ബാക്കി തെരയാനും ഒക്കെ കൂടാം. അങ്ങനെ എന്നിട്ട് പിന്നെ പക്ഷെ പിന്നീട് ചിലപ്പോ മാറ്റാനുള്ള സമയങ്ങൾ പിന്നെ കിട്ടിയിട്ടില്ല. കാരണം അതിനുശേഷം പിന്നെ ഫുൾ അവിടെ എനി ടൈം ഒക്കെ അപ്പൊ ഇവിടുത്തെ ലോക്കൽസിന് എന്തായാലും അവര് എന്ത് ചെയ്താലും ഇവരങ്ങനെ ഒഴിഞ്ഞു മാറാണ്. ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും ഇവര് ചെയ്യുന്നില്ല. ഇപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും അഫയറോ അങ്ങനെ എന്തെങ്കിലും അറിയാനോ വേണ്ടിട്ട് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പോയിട്ട് ഫുള്ള് ചെക്ക് ചെയ്തു തന്നു. ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ ഇതും കൂടെ ഒന്ന് നോക്കാം. നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ അവര് പറയുന്നത് വേണമെങ്കിൽ നോക്കാം. പിന്നും അതിനുശേഷം ഓക്കെ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കാന്ന്. അപ്പൊ അതല്ല അങ്ങനെയല്ലല്ലോ നമ്മൾ ശരിക്കും ചെയ്യുന്നത്. അങ്ങനല്ല. KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, വളരെ ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. 15 വയസ്സുകാരിയായ കുട്ടിയാണ് ശ്രീനന്ദ. ആ കുട്ടി എവിടെ പോയി എന്ന ചോദ്യം, കാരണം 15 വയസ്സുള്ള കുട്ടിയാണ്, അങ്ങനെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യമുള്ള ആളാണ്. അപ്പോൾ ഈ തട്ടിക്കൊണ്ട് പോകാനുള്ള സാധ്യത എത്രമാത്രമാണ്? അങ്ങനെ എന്തെങ്കിലും കുടുംബത്തിന് മറ്റെന്തെങ്കിലും സാഹചര്യമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സമ്മർദ്ദമോ സംശയിക്കുന്നുണ്ടോ കുടുംബം? സൈത്തെ, തീർച്ചയായും കുടുംബവുമായി ഞാൻ സംസാരിച്ചിരുന്നു. വളരെ ഗൗരവമായ, വളരെ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. 15 വയസ്സുകാരിയായ ശ്രീനന്ദയെ കാണാതായിട്ട് സജിത്ത് സൂചിപ്പിച്ചതുപോലെ 60 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. എന്താണ് ശ്രീനന്ദയ്ക്ക് സംഭവിച്ചത്? പ്രധാനമായും ഇതൊരു ചെറിയ സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്നും താഴോട്ട് ഇറങ്ങിപ്പോയതിന്റെ CCTV ദൃശ്യങ്ങളിൽ ഒന്നും അങ്ങനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവർ കുടുംബം പ്രധാനമായും പറയുന്നത് ഒരുപാട് കടകളുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ ശ്രീനന്ദയെ കാണാതാകുന്നത്. ആ സ്ഥലത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ കടയുടെ പിറകുവശത്ത് പോയി ഈ പോലീസ് നായ നിന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ കുടുംബം ഉന്നയിക്കുന്നത് ആ കടകളിലുള്ളവരെ, ആ ഭാഗത്തുള്ള കടകളിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യണമെന്നാണ്. കാരണം ആ കടയിലെ പുറകുവശത്ത് ഒരുപാട് ഷട്ടറുകളും മറ്റും ഉണ്ട്. അവിടേക്ക് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ പാർപ്പിച്ചിട്ടോ മറ്റോ ഉണ്ടാകുമോ എന്നൊരു സംശയം വളരെ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. പോലീസിന്റെ ഭാഗത്തു നിന്നും കുടുംബം ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ വേണമെങ്കിൽ അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ഈ കുടുംബം അവിടെയുണ്ട്. കുടുംബത്തോടൊപ്പം നമ്മളോട് സംസാരിച്ചത് അജിത്ത് എന്ന് പറയുന്ന ഇവരുടെ ബന്ധുവുണ്ട്. ഇവരിപ്പോൾ ഈ ഒരു കട കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. അവിടെയുള്ള കടകളിലും ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലും ഇത്തരം മുറികളിലുമൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഇത് വലിയ തോതിലുള്ള ഒരു വനമേഖലയല്ല. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അവർക്ക് തെരച്ചിൽ നടത്തുന്നത്. ഇതിൽ പ്രധാനമായും പോലീസ് തന്നെയാണ്. ചിക്കമംഗളൂർ നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഈ പരാതി നൽകിയിട്ടുണ്ടായത്. ആ പോലീസാണ് ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തേണ്ടത്. ഇവരിപ്പോൾ പറയുന്നത് ഈ കടകളിലുള്ള ആളുകളെല്ലാം ഒന്ന് ചോദ്യം ചെയ്യണമെന്നാണ്. വലിയ ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണ്. നമുക്കറിയാം, മലയാളികൾ ഉൾപ്പെടെ ദിവസവും നൂറുകണക്കിന് മലയാളികൾ ഈ ഒരു പ്രദേശത്ത് എത്തുന്നതാണ്. ഇവിടെ കൊക്കകൾ, വെള്ളച്ചാട്ടം, ഇത്തരം വ്യൂ പോയിന്റ് ആണ് വലിയ തോതിൽ ആളുകൾ എത്തുന്ന ചിക്കമംഗളൂരിലെ പ്രധാന ആകർഷണ കേന്ദ്രം കൂടിയാണ്. ഇവിടെ നിന്നാണ് ഈ കുട്ടിയെ കാണാതായത്. അതായത് ചൊവ്വാഴ്ച വൈകിട്ട് 5:20 ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് ഒരു 5-10 മിനിറ്റിനകത്താണ് ഈ കുട്ടിയെ വളരെ പെട്ടെന്ന് കാണാതാവുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ തട്ടിക്കൊണ്ട് പോകാനാണ് സാധ്യത.
സാധ്യത എന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. ഏതായാലും ആ വശം കുടുംബത്തിന്റെ ഈ ആരോപണം വളരെ ഗൗരവമുള്ളതാണ്. അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. കർണാടക നമുക്ക് പലപ്പോഴും അറിയാം, ഇത്തരം കേസുകളിലൊക്കെ കർണാടക പോലീസ് സ്വീകരിക്കുന്ന നടപടി. എന്തായാലും ഇതിൽ കൃത്യമായ ഇടപെടൽ കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള സഹായം ഇപ്പോൾ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്നും എംപിമാരും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ ഇടപെടണമെന്നൊരു ആവശ്യവും ഇവർ പറയുന്നുണ്ട്. കൃത്യമായ പരിശോധന നടത്തണം. ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് അവിടെ ഏതെങ്കിലും തലത്തിൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഈ ഷട്ടറിന്റെ അകത്തോ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിച്ചിട്ടുണ്ടോ നോക്കണം. അത് മാത്രമല്ല, ഇവർ പറയുന്ന മറ്റൊരു കാര്യം, ഇങ്ങനെ തെരച്ചിലിന് ഒരുപക്ഷെ തട്ടിക്കൊണ്ടുപോയവർ തന്നെ തെരച്ചിലിന് മുന്നിട്ടിറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കുടുംബം പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവമായി ആ ഒരു പ്രദേശം, ഇപ്പോൾ ഇവർ പറയുന്ന ഇതിന് ഇവർ ഈ കുട്ടിയെ ഈ അവസാനമായി ഫോട്ടോ എടുത്ത ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് സമീപത്ത് ഒരുപാട് കടകളുണ്ട്. ആ കടകൾക്ക് സമീപം അവിടെ ഒരു പരിശോധന നടത്തുന്ന ഒരു ആവശ്യമാണ് കുടുംബം പറയുന്നത്. ഏതായാലും ഇപ്പോൾ തിരച്ചിൽ ആ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്തുള്ള ആളുകളെ ഇനി ചോദ്യം ചെയ്യുമോ ഇല്ലയോ എന്നതാണ് ഇനി പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. വളരെ ഗൗരവമായ ഒരു ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെ ഏതെങ്കിലും തരത്തിൽ കൊക്കയിലോ വെള്ളച്ചാട്ടത്തിലോ പോയിട്ടുണ്ടാകാം എന്നൊരു സംശയം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുന്നു. കാരണം അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ, നിരവധി CCTV ക്യാമറകൾ ഈ പ്രദേശത്തുണ്ട്. അവിടെയൊക്കെ CCTV ക്യാമറകളിൽ ഒന്നും തന്നെ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയെ ഈ ഫോട്ടോ എടുത്ത ഒരു പോയിന്റ്, ഇവർ 40ഓളം സംഘമാണ് കുടുംബസമേതം യാത്രക്ക് ഇത്തരത്തിൽ വിനോദയാത്രക്ക് പുറപ്പെട്ടത്. അങ്ങനെ ഫോട്ടോ എടുത്തൊരു പോയിന്റാണ്. വളരെ ചെറിയ സമയം കൊണ്ടാണ് ഈ കുട്ടിയെ ഇവിടെ നിന്നും കാണാതാകുന്ന സാഹചര്യം ഉണ്ടായത്. ആ സ്ഥലം കൃത്യമായി പരിശോധിച്ചാൽ ശ്രീനന്ദ എവിടെ എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്നാണ് കുടുംബം പറയുന്നത്. ഏതായാലും ജീവനോടെ തന്നെ കുട്ടി ഉണ്ട്, അങ്ങനെ ഏതെങ്കിലും ഉണ്ടാകും എന്ന വലിയ പ്രതീക്ഷയാണ് ഈ കുടുംബം പങ്കുവെക്കുന്നത്. അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ പ്രദേശത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വലിയൊരു സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു യാത്ര പുറപ്പെട്ട് ആ 15 വയസ്സുകാരിയായ ഒരു കുട്ടിയെ വലിയ സന്തോഷത്തോടെ ഫോട്ടോവും ഇത്തരത്തിൽ സ്ഥലങ്ങളൊക്കെ കണ്ടു പോകുന്നതിനിടയിൽ ഒരു കുട്ടിയെ കാണാതാവുന്നു. പിന്നീട് അത് സംബന്ധിച്ച് ഒരു വിവരവും കിട്ടാത്ത സാഹചര്യമാകുന്നു. പ്രത്യേകിച്ച് ആളും പരിചയവും ഇല്ലാത്ത, അല്ലെങ്കിൽ പോലീസിൽ പോലും എവിടെ പോകണമെന്നറിയാത്ത ഒരു സ്ഥലത്താണ് ഇവർ പെട്ടിട്ടുള്ളത്. ഏതായാലും ചിക്കമംഗളൂർ എന്ന് പറയുന്നത് കാസർഗോഡ് നിന്ന് കണക്കൂട്ടിയാൽ 300 കിലോമീറ്ററോളം അകലെയാണ് ഈ സ്ഥലം വരുന്നത്. എന്തായാലും ഇപ്പോൾ രാവിലെ മുതൽ ഇപ്പോൾ തിരച്ചിലുണ്ട്. ഇതിൽ പ്രധാനമായും ബന്ധുക്കളും ഈ ഞാൻ പറഞ്ഞ അജിത്തും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തും എന്ന വലിയ പ്രതീക്ഷയാണുള്ളത്. അപ്പോഴും ഈ വലിയ തോതിലുള്ള സംശയം മുന്നോട്ട് വരുന്നുണ്ട്. ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി കുട്ടിയെ വല്ല തരത്തിലും അപായപ്പെടുത്തിയോ എന്നുള്ള ഒരു ആശങ്ക വല്ലാത്ത ഇവർ പ്രകടിപ്പിക്കുന്നു. നമ്മോട് അത് അവരോട് സംസാരിക്കുമ്പോഴും പറഞ്ഞതാണ്. ഏതായാലും ഇപ്പോൾ ഈ തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബമുള്ളത്. പോലീസ് ഇപ്പോൾ ഈ കടകൾ കേന്ദ്രീകരിച്ച്, കടയുടെ പിറകുവശത്ത് പോലീസ് നായ എത്തി അവിടെ നിന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അവിടെ നിരവധി കടകൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ആ കടകൾ അടച്ചിട്ട കുറെ മുറികൾ പിറകുവശത്തൊക്കെ കാണാമെന്നാണ് പറയുന്നത്. വലിയ ദൂരമൊന്നും കുട്ടിയെ പോയിട്ടുണ്ടാവില്ല. കാരണം ഇത് വളരെ പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും അവിടെയൊക്കെ വലിയ തെരച്ചിൽ നാട്ടുകാരുടെയും ഇവരുടെ ബന്ധുക്കൾ തന്നെ 40ഓളം പേരുണ്ടായിരുന്നു, അവരൊക്കെ നടത്തിയാണ്. അങ്ങനെ കുട്ടി വലിയ ദൂരത്തിൽ പോയിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. വനമേഖല അല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും വനമേഖലയിലോ അങ്ങനെയൊന്നും കടന്നു ചെല്ലാൻ സാധ്യതയില്ല. നേരത്തെ അവർ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഉയർന്നു വന്നൊരു പ്രചരണം ഇതായിരുന്നു, കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ബന്ധമുണ്ട്, അവരാണോ തട്ടിക്കൊണ്ടെന്ന്. പക്ഷേ അത്തരം കാര്യങ്ങൾ വിശദമായ പരിശോധന കുടുംബം നാട്ടിലൊക്കെ നടത്തി. പക്ഷേ അങ്ങനെയൊന്നും ഈ കുട്ടിക്കില്ല. അവർ 15 വയസ്സായ ഒരു കുട്ടിയാണിത്. അത്തരം വാർത്തകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് അവർ പറയുന്നുണ്ട്. കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നതാണ് ഇനി അറിയേണ്ടത്. അത്തരത്തിലുള്ള പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന് പുറമെ ഇവിടെ നിന്നുള്ള സംഘം, ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരും വ്യാപകമായ തെരച്ചിൽ ഈ പ്രദേശത്ത് നടത്തുന്നുണ്ട്. പോലീസ് നായ മണം പിടിച്ച് നിർത്തിയ ആ ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഏതായാലും ഇന്ന് രാവിലെ തന്നെ ഈ ബന്ധുക്കൾ ഉൾപ്പെടെ കൂടുതൽ ആളുകൾ ഉൾപ്പെടെ നാട്ടിൽ നിന്നും അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെന്നാണ് വിവരം അറിയിച്ചത്. എന്നാൽ എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു വലിയ പ്രതീക്ഷയിലാണ് ഈ കുടുംബമുള്ളത്. സൈത്തെ ബൈജു, ഒരു കാര്യം കൂടി, ഈ ഡ്രോണൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അവിടെ നടക്കുന്നു വേണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടലോ, കർണാടകയാണ് കൊണ്ട് സ്വാഭാവികമായും ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനൊക്കെ സ്വാധീനിക്കാൻ കഴിയുമല്ലോ, ആ തരത്തിലുള്ള ഇടപെടൽ, ഈ അന്വേഷണം ഒന്ന് വേഗത്തിൽ, തെരച്ചിൽ നടപടി വേഗത്തിലാക്കാനുള്ള ഇടപെടൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അവിടെ? സൈത, ഈ ഒരു വിവരം ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന വിവരം ഇപ്പോഴാണ്, ന്യൂസ് 18-ലൂടെയാണ് ഇപ്പോൾ ഈ ഒരു വിവരം തന്നെ, ഇത്തരം ഒരു ആംഗിൾ ഇതിനുണ്ടാവുന്നത്. നേരത്തെ ഈ കുട്ടിയെ മറ്റേതെങ്കിലും തരത്തിൽ മിസ്സാവുകയായിരുന്നു, വെള്ളച്ചാട്ടത്തിലോ കൊക്കയിലേക്കോ പോകാനുള്ള ഒരു സാധ്യത, അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഇടപെടലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ കുടുംബം പറയുന്നത്. കാരണം അവരിപ്പോഴും അവിടെ നിന്നും ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയോടെയാണ് തെരച്ചിൽ നടത്തുന്നത്. അത്തരത്തിൽ അവർക്ക് ഒരു പ്രതീക്ഷയറ്റ ഒരു സാഹചര്യമല്ലായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മോട് സംസാരിക്കുമ്പോഴാണ് വളരെ ഗൗരവമായ ഈ ഒരു
ഒരു വിഷയത്തിൽ ഇതിന്റെ സ്വഭാവം തന്നെ മാറുന്നത്. ഈ ഒരു വിവരം ഈ കുട്ടിയെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാകും. അതും അവിടെ നിരവധി കടകളുണ്ട്. ആ കടകളിലുള്ള ആളുകളെല്ലാം ഒന്ന് ചോദ്യം ചെയ്യണമെന്ന തരത്തിൽ അവരുടെ പ്രതികരണം വരുന്നത് ഇപ്പോൾ ആദ്യമായി നമ്മളിലൂടെയാണ് ഇത്തരം ഒരു പ്രതികരണം വരുന്നത്. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല സാഹചര്യം. ഇങ്ങനെ കുട്ടിയെ കാണാതായി എന്ന തരത്തിലായിരുന്നു. കാരണം നമുക്കറിയാം, ഇത്രയും ഒരു സംഘം 40ഓളം പേരടങ്ങുന്ന ഒരു സംഘമാണ് യാത്ര പുറപ്പെട്ട് അവിടെ ഈ സ്ഥലം കാണാനെത്തിയത്. പക്ഷേ ഇവർ താഴേക്ക് ഈ ഒരു കൊക്കയിലേക്കോ അല്ലെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ സമീപത്ത് പോകുന്നതിന് മുമ്പ് തന്നെ മുകളിൽ നിന്നും ഇത്തരത്തിൽ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഈ കുട്ടിയെ വളരെ 5-10 മിനിറ്റോ എന്നാണ് പറയുന്നത്, പെട്ടെന്നാണ് ഈ കുട്ടിയെ അപ്രത്യക്ഷമാവുന്ന രീതിയിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു തട്ടിക്കൊണ്ടു പോയതിന്റെ ഒരു സംശയം ഇപ്പോഴാണ് ഈ കുടുംബം പ്രകടിപ്പിക്കുന്നത്. ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിൽ ഇടപെട്ടേക്കാം, അല്ലെങ്കിൽ MP-മാർ MLA-മാർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇടപെട്ടേക്കാം ഇനി വരും സമയങ്ങളിൽ. കാരണം അവർ അത്തരം ഒരു മാനസികാവസ്ഥയിലല്ല. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞത് അവർ മുക്കും മൂലയും അരിച്ചു പൊറുക്കിയാണ് ഈ ചിക്മംഗ്ലൂർ ഈ കുട്ടിയെ കാണാതായ സ്ഥലവുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥലങ്ങളും അവർ അരിച്ചു പൊറുക്കിയാണ്. പോലീസിന്റെ ഭാഗത്തും വലിയ സഹകരണം ഇല്ല എന്നാണ് പറയുന്നത്. ഇവർ സംശയം പ്രകടിപ്പിക്കുമ്പോൾ വേണമെങ്കിൽ ചെയ്യാമെന്നാണ് പോലീസ് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ആ പ്രദേശത്ത് ഇവർ സംശയം പ്രകടിപ്പിച്ച പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട്. ആ ഒരു കടകളും അതിന്റെ പരിസരവും ഒക്കെ നടത്തുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയൊക്കെ നടത്തി അവിടെ അങ്ങനെ ഏതെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്ന തരത്തിൽ. പക്ഷെ ഇപ്പോൾ അവർ സംശയം ഇവർക്ക് ബലപ്പെടുന്നത് ഇത്തരത്തിലാണ്. ഒരു തട്ടിക്കൊണ്ടുപോൽ സാധ്യതയാണെങ്കിൽ എന്തായാലും ബൈജു സൂചിപ്പിച്ചതുപോലെയുള്ള സാഹചര്യമാണ് അതാണ് സംഭവം. എന്തായാലും ആ കുട്ടി എവിടെയെന്ന് ഉയർത്തുന്ന ഒരു വലിയ ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. 15 വയസ്സുകാരി കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.